T13 വിഭാഗത്തിലെ ഒന്നാമത് അല്ലേ? പേരെന്താ? എത്ര സെക്കൻഡ്? 100 മീറ്റർ മത്സരാർത്ഥികൾ എല്ലാവരും ഇതിനു മുമ്പ് ഏതൊക്കെ മത്സരത്തിൽ സ്റ്റാർട്ടിലേക്ക് എത്തും. പുരുഷന്മാർ കഴിഞ്ഞാലുടൻ വനിതകളും എത്തിച്ചേരുക. ആദ്യമായിട്ടാണ് സ്റ്റേറ്റ് ലെവലിൽ വരുന്നത്. 17 വയസ്സിന് താഴെ പ്രായമുള്ള സബ് ജൂനിയർ വിഭാഗം, 17നും 19നും ഇടയിലുള്ള ജൂനിയർ കാറ്റഗറി, 19ന് മുകളിലുള്ള സീനിയർ വിഭാഗം എല്ലാവരും എത്തിച്ചേരുക 100 മീറ്റർ മത്സരങ്ങൾക്കായി. വെള്ള കാണിക്കുന്ന ശ്രദ്ധിക്കുക, 100 മീറ്റർ മത്സരത്തിലേക്കുള്ള വിവിധ ഗ്രൂപ്പുകളിൽപ്പെട്ടവർ അതാത് കാറ്റഗറി മത്സരങ്ങൾ നടത്താനായി സ്റ്റാർട്ടിലേക്ക് എത്തിച്ചേരുക. എല്ലാ ഗ്രൂപ്പിലും 100 മീറ്റർ മത്സരിക്കാനുള്ളവരോട് എത്തുക. T11, T12, T13, T35, T36, T37, T38, T44, T47, T51, T53, T54, T63, T64. ഈ കാറ്റഗറിയിലുള്ള ആരെങ്കിലും 100 മീറ്റർ മത്സരത്തിനിവിടെ ഉണ്ടെങ്കിൽ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ കാറ്റഗറി മത്സരങ്ങൾ സ്റ്റാർട്ടിലേക്ക് എത്തും. അവിടെ നിങ്ങൾ കാറ്റഗറി തിരിച്ച് മത്സരം നടത്തും. ആൺകുട്ടികളാണ്, പുരുഷന്മാരാണ് ആദ്യം പോകേണ്ടത്. അതിനുശേഷമാണ് പെൺകുട്ടികളും സ്ത്രീകളുടെയും മത്സരം. 100 മീറ്റർ മത്സരത്തിലേക്കുള്ള T11 മുതൽ ഉള്ള കാറ്റഗറി 11, 12, 13, T35, 36, 37, 38, T44, 47, T51, 53, 54, 63, 64 ഈ കാറ്റഗറി അവർക്കാണ് 100 മീറ്റർ ഉള്ളത്. ഈ കാറ്റഗറി കോമ്പറ്റീറ്റേഴ്സ് എത്തിച്ചേരുക. ശ്രദ്ധിക്കുക, 100 മീറ്റർ മത്സരത്തിലേക്കുള്ള എല്ലാവരും, എല്ലാ വിഭാഗക്കാരും അവിടെ എത്തിച്ചേരുക. അവിടെ ചെന്ന് നിങ്ങളുടെ കാറ്റഗറി സ്പെസിഫൈ ചെയ്യുക. ഏത് കാറ്റഗറിയിലാണെന്ന്, ഏത് ഗ്രൂപ്പിലാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഹലോ, മോന്റെ പേരെന്താണ്? ഹരിഗോവിന്ദൻ. ഏത് കാറ്റഗറിയിലാണ്? T35. കേട്ടില്ല. 35. എന്നാണ് സാർ പറയുന്നത്. അതെ.
Kabelit Patam. Different Ayun. arts Di pa natin. Magic Planet. Maripalas. നമ്മുടെ ഗോങ്ങ സാറിന്റെ Okay. ഇതിനു മുമ്പേ വേറെ പങ്കെടുത്തിട്ടുണ്ടോ ഇതിനു മുമ്പേ ഉണ്ട്. എവിടെയാണ് ഇവിടെ വെച്ച് ഇവിടെ വെച്ചിട്ട് തന്നെ കഴിഞ്ഞ വർഷം ഉണ്ട്. അവിടെ ഇവിടെ വെച്ച് പങ്കെടുത്തപ്പോൾ സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു കിട്ടിയിട്ടുണ്ട്. GP. കോഴിക്കോട് കിട്ടി. പിന്നെ സ്റ്റേറ്റ് ലെവലിൽ വേറെ പോയിട്ടുണ്ടോ പോയിട്ടുണ്ട്. നാഷണൽ ലെവലിൽ പോയിട്ടുണ്ട്. പോയിട്ടുണ്ട് ആ അപ്പോൾ ഇനിയും സമ്മാനങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു. T37 ആരെങ്കിലും ഉണ്ടോ ഇനി? T37ലുള്ള ഏതെങ്കിലും കാറ്റഗറി, ജൂനിയർ, സബ് ജൂനിയർ, സീനിയർ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ജഡ്ജസ് ഫിനിഷ്. ടോട്ടൽ 5 പേര്. 206, 263 സബ് ജൂനിയർ, 212, 103 ജൂനിയർ, 267 സബ് ജൂനിയർ, 267, 206, 263 സബ് ജൂനിയർ, 103, 212 ജൂനിയർ. അത് അതോടെ ആ പേപ്പറോടെ കാണിച്ചോടെ പേപ്പർ കാണിച്ചു ഒന്ന് സൈഡിലോട്ട് മാറിക്കഴിഞ്ഞു. അങ്ങനെ ഒന്നും മാറിക്കും രാജീവ് സാർ ഏത് കാറ്റഗറിയാ? T38 സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ. ഇവിടെ 100 മീറ്ററിനൊക്കെയാണ് ആ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പാപ്പൻ കോൾസ്റ്റേഷൻ. നമ്മുടെ നാട്ടുകാരനാണ് പാപ്പൻ അവിടെ എസ്റ്റേറ്റിനല്ല പാപ്പൻ CSMന്റെ ഓപ്പോസിറ്റ് വരും. ഏത് കേട്ടറിയില്ല T37. അപ്പോൾ ഇതിനു മുമ്പ് വേറെ പങ്കെടുത്തിട്ടില്ല ഇത് മൂന്നാമത്തെ ഇതിൽ ഏത് വെച്ച് ഇത് ഇൻഡിവിജ്വൽ ആണ് പോയിട്ടുള്ളത്. 2 പ്രാവശ്യം നാഷണൽ പോയിട്ടുണ്ട്. അമ്മയായിരുന്നു. അമ്മ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യണം. അസിസ്റ്റന്റ് രജിസ്ട്രാറാണ്. കേരള യൂണിവേഴ്സിറ്റി. ഇതിനു മുമ്പ് വേറെ 2 പ്രാവശ്യം നാഷണൽ പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം തേർഡായി. കോച്ചേരാണ് രാജീവൻ സാർ, രാജീവ് ഓഫീസിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഇനി അടുത്ത് എങ്ങനെ മുന്നോട്ടുള്ള നാഷണൽ ലെവലിലേക്ക് ഇനി പോകണമെന്ന് താല്പര്യമുണ്ടോ? അപ്പോൾ ഈ നാഷണൽ ലെവലിൽ ടിക്കറ്റ് എന്ന് പ്രാർത്ഥിക്കും സൈഡിലോട്ട് T44, T44, 44 എല്ലാവരും, എല്ലാ കാറ്റഗറിയും 44 എല്ലാ കാറ്റഗറിയും 44. അവിടെയൊക്കെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാം. ആരാണ് കോച്ച്? മാജിക് പ്ലാന്റ് മൊത്തം ഇത് ഒരാൾ മാത്രമല്ല ഇനിയും വരാൻ 44 മത്സരം നടത്തുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ 44 നല്ല പെർഫോമൻസ് കൂടുതൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഉണ്ട്. നാഷണലിൽ പോകുന്നൊക്കെ പ്രതീക്ഷ ആ പ്രതീക്ഷ ഹരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഫുട്ബോൾ പ്ലെയറാണ്. ശരി അങ്ങനെയുണ്ട് കളിച്ചിട്ടുണ്ടോ? അവിടുത്തെ പ്ലാന്റിലെ ടീമിലെ നല്ലൊരു കളിക്കാരനാണ്. ഓക്കെ, അപ്പോൾ ഫുട്ബോളിലും കളത്തിൽ തന്നെ അവിടെ എന്തോ നടക്കുന്നുണ്ടോ കേട്ടോ? 47 എല്ലാവരും വാ. അവൻ്റെ പേരെന്താണ്? സായിദ്. സായിദിൻ്റെ സ്വന്തം സ്ഥലം എവിടെയാണ്? കോഴിക്കോട് എവിടെ? മാങ്കാവിന് എന്നാ വന്നത്? ഇപ്പോൾ ഏത് കാറ്റഗറിയിലാണ് പങ്കെടുത്തത്? T86 സബ് ജൂനിയറാണ്. ഓക്കെ, ഇതിന് മുൻപ് മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്.
എവിടെയാണ് നാഷണൽ ഏത് വർഷം കഴിഞ്ഞ വർഷം നാഷണൽ ലെവലിൽ സമ്മാനം കിട്ടിയായിരുന്നു സെക്കൻഡ് കിട്ടിയ അതിന് പ്രത്യേക കൺഗ്രാജുലേഷൻ ഉണ്ട് ഫുട്ബോൾ ഇന്ത്യൻ ടീമിലുണ്ട് സബ്സിഡറി ഫുട്ബോളിലുണ്ട് എങ്ങനെയുണ്ട് ഫുട്ബോളിൽ ഇതാണോ അതാണ് കൂടുതൽ ഇഷ്ടം രണ്ടും ഇഷ്ടമാണ് അപ്പോൾ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് കാര്യം അപ്പോൾ രണ്ടിനും വിജയം ഉണ്ടാകട്ടെ കേട്ടോ ഓക്കെ പരിപാടിയുണ്ട് കേട്ടോ അത് ഇവിടുന്ന് ഒമ്പാമത്തെ കൊണ്ടുപോയി ഇതാണ് അവിടുന്ന് ഇതാണ് മുന്നിൽ ട്രാക്ക് ജൂനിയർ T47 ജൂനിയർ മാത്രം ഷിജാസേ ജൂനിയർ മാത്രം 9 ആളല്ലേ 3 participants. ട്രാക്കിലെത്തി അതാ നീ അപ്പുറത്ത് നീ അടുത്ത് നിൽക്കടാ 181 അടുത്ത് നിങ്ങൾ 3 പേരും കാറ്റഗറി അല്ലേ അത് മൂന്ന് നിങ്ങൾ 3 പേരും അവർ മൂന്ന് ഒരുമിച്ച് കുഴപ്പമില്ല അടുത്ത് അടുത്ത് നിന്നോ റെഡി റെഡി അപ്പോൾ ഇപ്പം നിങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഈ കാറ്റഗറിയിൽ പങ്കെടുത്തത് നമ്മൾ ഏത് കാറ്റഗറിയാണ് അപ്പം നിങ്ങൾ രണ്ടും 46 ആണ് കാറ്റഗറി അപ്പോൾ അത് നിങ്ങൾ രണ്ട് ഏതാണ് 46 ആണ് ഇതിൻ്റെ പേര് ആസിയാണ് ഇപ്പോൾ ഓടി ഫസ്റ്റ് കിട്ടിയത് എവിടെ സ്ഥലം സായിലാണ് നമ്മുടെ കോച്ചാരാണ് തമിഴ്നാട് ഇവിടെയും മാറി കിട്ടി കോച്ചിങ് തുടങ്ങിയിട്ട് എത്ര വർഷമായി അടുത്ത പരിപാടി ഓക്കെ നമ്മുടെ പേര് പുരുഷ 100 മീറ്റർ മത്സരത്തിലേക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്തിച്ചേരുക. പുരുഷന്മാരുടെ 100 മീറ്റർ മത്സരം പൂർത്തിയാക്കാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്തിച്ചേരുക. ജഡ്ജസ് ഫിനിഷ് രണ്ടുപേരാണ്. T63 സീനിയർ ഒരാള്, T35 സബ് ജൂനിയർ ഒരാള്. അതാണ് അവരുടെ കൂടെ ഞാൻ ഓടി നിൽക്കുന്നില്ലേ അതാണ് ലിസ്റ്റ് വരുന്നുണ്ട്. നോർമൽ ആളായിരുന്നു. ഞാൻ ഒരു 3-ാമത്തെ മേലിൽ താഴെ വീണിട്ടാണ് ഈ ഒരു പരുവത്തിലായത്. അപ്പോൾ ഞാനിവിടെ ചേർത്തലയിൽ തന്നെയുള്ള ഒരു പ്രതാപൻസ് അക്കാഡമിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. പ്രതാപൻ സാറ് എന്നുള്ള സാറായിരുന്നു നമ്മളെ കോച്ച് സാറ് മരിച്ചു. വനിതകൾ 100 മീറ്ററിനുള്ളവർ എത്തിച്ചേരുക. വനിതകൾ എല്ലാ കാറ്റഗറിയും വനിതാ കാറ്റഗറി.
ഹലോ, നമ്മളിപ്പോൾ ഏത് കാറ്റഗറിയിലാണ് മത്സരിച്ചത്? ലിംബ് കാലിന് ലെങ്ത് കുറവെന്നുള്ളതാണ്. കൊച്ചി നിന്റെ പേരെന്താ? അച്ചു കൊച്ചി വേല് 2 മാസമായി. 2 മാസം കൊണ്ട്. അതിന് ആദ്യ ആള് നാഷണലിലൊക്കെ പോയ ആളാ. കഴിഞ്ഞ തവണ ഫസ്റ്റ് ഉണ്ടായിരുന്നു, നാഷണലിൽ പോയി ഒക്കെ ഉള്ളതാ. അപ്പൊ ഇത്തവണ നമ്മളൊന്ന് പൊടി തട്ടി എടുക്കേണ്ട ഒരു ഇതുണ്ടായിരുന്നു. ഉഷാറാണ് ആള്, നന്നായി ചെയ്തല്ലോ. മേലോട്ടുള്ള പോക്ക് അച്ചുവിലാണ് വിശ്വാസം. ശരി, അപ്പം ഹലോ, നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പങ്കെടുത്തത്? 35. ഇതാരാണ്? അമ്മ. അമ്മയുടെ പേര്? ലിജി. ലിജി. എവിടെ സ്ഥലം? എവിടെയാണ്? കിനാശ്ശേരി, കോഴിക്കോട്. കിനാശ്ശേരി, കോഴിക്കോട്. പാലക്കാട് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടല്ലേ? ഇത് എത്ര വർഷമായി കോച്ചിങ് തുടങ്ങിയിട്ട്? 4 വർഷം. 4 വർഷം കൊണ്ട്. 4 വർഷം കൊണ്ട് വേറെ എന്തൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട്? ഇവന് ഇന്റർനാഷണൽ ലെവലിൽ പോയിട്ടുണ്ട്. പിന്നെ ഗുജറാത്തിൽ, ഇപ്പോൾ പിന്നെ മധ്യപ്രദേശിൽ പോയി. അപ്പോൾ ഈ പേര് പറഞ്ഞല്ലോ? രോഹിത്. രോഹിതിന്റെ അടുത്ത മത്സരത്തിൽ എങ്ങോട്ടാണ് പരിപാടി പ്ലാൻ ചെയ്യുന്നത്? അറിയില്ല. എന്നാലും കിട്ടുന്നത് ഒരു പ്ലാനിങ് ഇല്ലേ? കിട്ടിയ അങ്ങനെ പോണ നാഷണൽ ലെവലിലേക്ക് പോകണം. താല്പര്യം. ശരി, ഓക്കെ. താങ്ക് യു. റെഡി. നമ്മളിപ്പോൾ ഈ ഗ്രൂപ്പിൽ എത്ര പേരാണ് പങ്കെടുത്തത്? ഈ ഗ്രൂപ്പിൽ 5 പേര് പങ്കെടുത്തില്ലേ? 5 പേർ. അതെന്താണ് ഈ ഏതൊക്കെ കാറ്റഗറിയാണിത്? അത് കാറ്റഗറിനെ പറ്റി കറക്റ്റ് എനിക്ക് അറിയില്ല. മോളുടെ പേരെന്താണ്? റിത. പേര് ഏത് കാറ്റഗറിയാണ്? 36. 36. മോളുടേത്? 36. മോളുടേത്? 37. 36 ഒരുമിച്ചാകുമ്പോൾ എങ്ങനെ ഇതിന്റെ കാറ്റഗറി എങ്ങനെ അറിയുന്നത്? ചെറിയ വ്യത്യാസമുണ്ട്. ചെറിയ വ്യത്യാസം. എന്താണ് ആ ചെറിയ വ്യത്യാസം ഉദ്ദേശിക്കുന്നത്? ജൂനിയർ, സബ് ജൂനിയർ. ജൂനിയർ, സബ് ജൂനിയർ, അതാണ് വ്യത്യാസം. ഇതിലിപ്പോ ഓടിയിൽ ഫസ്റ്റ് കിട്ടിയ ആരാണ്? പേരെന്താണ്? ബജൂരിയ. കോഴിക്കോട്. ഈ കോച്ചിങ് തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഒരു കൊല്ലാവുന്നേ ഉള്ളൂ. ആരാണ് കോച്ച്? ഗിരിജാമ. ഓക്കെ. മോളുടെ പേര്? അവന്തിക. എത്ര മാസമായി കോച്ചിങ് തുടങ്ങിയിട്ട്? 4 കൊല്ലമായി. 4 കൊല്ലമായി. വേറെ ഇതിനിടയ്ക്ക് മത്സരമൊക്കെ? ഞാൻ വേറെ നാഷണൽ പോയിട്ടുണ്ട്. എവിടെയാണ്? ഗുജറാത്ത്, ഗോവ. പിന്നെ അടുത്ത പരിപാടി? നാഷണൽ. മോളുടെ പേര്? റിത. ഇതിന് മുൻപ് ഏതൊക്കെ മത്സരിച്ചിട്ടുണ്ട്? ഗോവയിൽ പോയി ഫുട്ബോള്. ഫുട്ബോളിലുണ്ടോ? അങ്ങനെ സമ്മാനം കിട്ടിയായിരുന്നു? സെക്കൻഡ് ആയിരുന്നു. അപ്പോൾ ഫുട്ബോളാണോ ഇതാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടം. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിക്കണം. ഓക്കെ. അപ്പോൾ രണ്ടിലും മത്സരം ഉറപ്പിക്കട്ടെ. നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും. ഞാൻ നാഷണലിലും പോയിട്ടുണ്ട്, ഗോവയിൽ പോയിട്ടുണ്ട്. എല്ലായിടത്തും 3 പേരും കൂടെ തന്നെ, ഫുട്ബോളിനും ഓട്ടത്തിനും എല്ലാത്തിനും. അപ്പോൾ എല്ലാ പേർക്കും ഇനിയും മത്സരത്തിൽ പങ്കെടുക്കുകയും സമ്മാനം ലഭിക്കുകയും ചെയ്യട്ടെ.
ഇതിപ്പോൾ ഏത് കാറ്റഗറിയാണ്? T37. 37. ആ T37 എന്താണ് അതിൻ്റെ പോരായ്മ പറയുന്നത്? പിന്നെ മോന് ഇത്ര ഓടാൻ ആവുന്നില്ല. 36 37 മാറിയതായിരുന്നു. പിന്നെ മധ്യപ്രദേശിൽ നാഷണലിൽ പോയപ്പോൾ 36 ആയിരുന്നു. അപ്പോൾ അവിടുത്തെ ക്ലാസിഫിക്കേഷൻ 37 മാറിയതാണ്. അപ്പം മാറിയത് കൊണ്ട് എന്താണ് ഗുണം ഉണ്ടായത്? അപ്പോൾ എൻ്റെ മെച്ചം അതിൽ കാണുന്നുണ്ട്. എത്ര മാസമായി ഈ കോച്ചിങ് തുടങ്ങിയിട്ട്? ഇപ്പോൾ 3 മാസം തുടങ്ങുന്നുണ്ട്. മോൻ്റെ പേര്? നിവേദ് ഇത് TPI ക്ലാസ് പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ്? +1. +1. പഠിത്തത്തിനൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അത്യാവശ്യം പഠിക്കും. അത്യാവശ്യം പഠിക്കും. നാഷണൽ ലെവലിലൊക്കെ? നാഷണൽ ലെവലിൽ പങ്കെടുത്ത് വന്നതാണ്. പിന്നെ മെഡൽ അടിച്ചിട്ടുണ്ട് 200 മീറ്ററിൽ. അപ്പോൾ ഇതല്ലാതെ ഓട്ടം ട്രാക്കിലല്ലാതെ വേറെ ഏതൊക്കെ? ഫുട്ബോളിലുണ്ട്. കേരള ഇതിൽ പോയിട്ട് വന്നതാണ്, ഗോവയിൽ നിന്ന്. ഫുട്ബോളിലാണ് വിന്നറായത്. അത് സ്റ്റേറ്റ് ലെവലിലാണ് പോയത്? സ്റ്റേറ്റ് ലെവൽ. അപ്പോൾ ഇനി അടുത്ത ഏത് മത്സരത്തിൽ പങ്കെടുക്കാനാണ് പരിപാടി ഉദ്ദേശിക്കുന്നത്? നാഷണലും ഇൻ്റർനാഷണലും പോകണമെന്ന താല്പര്യം. രണ്ടിനും പോകട്ടെ, രണ്ടിലും മത്സരത്തിൽ ജയിക്കട്ടെ. ഓക്കെ.